കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തിയതോടെ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്ന കേരള സർക്കാർ പ്രഖ്യാപനം. ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത്. കേരളം പുതുയുഗ പിറവിയിലാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 4,677 കുടുംബങ്ങൾക്ക് വീട് നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇന്നും പട്ടിണി മരണം നടന്ന നാട്ടിലാണ് മുഖ്യമന്ത്രി റൂൾ 300 ഉപയോഗിച്ച് ഈ നുണപ്രഖ്യാപനം സഭയിൽ നടത്തിയതെന്ന് VD സതീശൻ പറഞ്ഞു. നിയമസഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സഭ നേരാം വഴിക്കല്ല വിളിച്ചു ചേർത്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാരിന് ആശ്വാസമായി ആശമാർ നടത്തിവന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചു. ഞങ്ങളെ തേടി വരുന്ന ഈ സംഘടനയുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. മറ്റു വിവിധങ്ങളായ വിഭാഗം ആളുകൾ, മറ്റു തൊഴിലാളികൾ ആശാ സമരത്തിന്റെ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് കേരളപ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ സംസ്ഥാന സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചു. നർത്തകി രാജശ്രീ വാര്യർ, അഭിലാഷ് ടോമി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ ഉൾപ്പെടെ നിരവധി പേർ കേരള പുരസ്കാരത്തിന് അർഹരായി. അതിദരിദ്രരെ കണ്ടെത്തിയതും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചതും സർക്കാർ വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അതിദരിദ്രരുടെ പട്ടിക കള്ളക്കണക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു കിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. അവധി ദിനം മുൻകൂട്ടി അറിയിക്കാതെ നിയമസഭ വിളിച്ചു ചേർത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സ്പീക്കർക്ക് കത്തു നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതികളാവുമെന്നാണ് സൂചന. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ശബരിമലയിൽ അന്വേഷണത്തിനിടെ മുക്കിയ 420 പേജുകളുള്ള ഫയൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിൽ നിന്ന് കണ്ടെടുത്തു. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ രേഖകളും ഈ ഫയലിൽ നിന്ന് കിട്ടി. ഓഫീസിൽ വെറും 100 രൂപ ലോക്കറിൽ സൂക്ഷിച്ചതിന് വിദ്യാഭ്യാസ വകുപ്പ് 7 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിൽ അമർഷം പുകയുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലായിരുന്നു നടപടി. ദീപാദാസ് മുൻഷി കൺവീനറായി കേരളത്തിലെ കോൺഗ്രസ് കോർ കമ്മിറ്റി രൂപീകരിച്ചു. സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നാണ് 18-അംഗ കോർ കമ്മിറ്റി നൽകുന്ന സൂചന. സർക്കാർ തിരക്കിട്ട് പ്രഖ്യാപിച്ച ക്ഷേമ പരിപാടികൾക്ക് പണം കണ്ടെത്താനായി തീവ്ര നടപടികൾ തുടങ്ങിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2000 കോടി രൂപ അടിയന്തരമായി പിരിച്ചെടുക്കണമെന്നാണ് സഹകരണ സംഘങ്ങൾക്കുള്ള നിർദ്ദേശം. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക്കിന് സംസ്ഥാനത്തിൻ്റെ അന്ത്യാഞ്ജലി. ബംഗളൂരുവിലെ ഇന്ത്യൻ ക്രിസ്ത്യൻ സെമിത്തേരിയിലാണ് ഇന്ത്യൻ ഹോക്കിയിൽ കടുവ എന്നറിയപ്പെട്ട മാനുവൽ ഫ്രെഡറിക്കിൻ്റെ അന്ത്യവിശ്രമം. 3 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ GST രജിസ്ട്രേഷൻ നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചു. നേരത്തെ ഒരാഴ്ച വേണ്ടിവരുന്നിടത്താണ് 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സംരംഭകർക്ക് ഈ അവസരമൊരുക്കിയിരിക്കുന്നത്. ആധാറിലെ പേര്, ജനനത്തീയതി, മൊബൈൽ നമ്പർ എന്നിവ അനുബന്ധ രേഖകളില്ലാതെ ഇന്ന് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാം. എന്നാൽ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് ആധാർ ജനസേവന സെന്ററുകളിൽ തന്നെ പോകണം. കേരളം പുതുയുഗ പിറവിയിലാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 4,677 കുടുംബങ്ങൾക്ക് വീട് നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
എന്നാൽ ഇന്നും പട്ടിണി മരണം നടന്ന നാട്ടിലാണ് മുഖ്യമന്ത്രി റൂൾ 300 ഉപയോഗിച്ച് ഈ നുണപ്രഖ്യാപനം സഭയിൽ നടത്തിയതെന്ന് VD സതീശൻ പറഞ്ഞു. നിയമസഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സഭ നേരാം വഴിക്കല്ല വിളിച്ചു ചേർത്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 4 മണിക്ക് നടക്കുന്ന അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ പങ്കെടുക്കില്ല എന്ന് മോഹൻലാലും കമലഹാസനും അറിയിച്ചു. കമലഹാസന് ചെന്നൈയിലും മോഹൻലാലിന് ദുബായിലും ചില പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്ന് സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. മമ്മൂട്ടി മുഖ്യാതിഥിയാകും. ഇതിനായി ഇന്നലെ UK-യിൽ നിന്ന് എറണാകുളത്തെത്തിയ മമ്മൂട്ടി ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ആശാപ്രവർത്തകരുടെ സമരവേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തി. കൈകൊടുത്തും കെട്ടിപ്പിടിച്ചും ആശാപ്രവർത്തകർ രാഹുലിനെ വരവേറ്റു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ ആശമാരുടെ സമരവേദിയിൽ ഉച്ചതിരിഞ്ഞ് എത്തിയത്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.